ടീച്ചിങ് മേഖലയിൽ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരാനായിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ടീച്ചേഴ്സും ശ്രമിക്കുന്നുണ്ട്. സോ അവരുടെ ക്ലാസ്സസ് എങ്ങനെ അട്രാക്റ്റീവ് ആക്കാം എന്നുള്ളതിനെ പറ്റി ഒത്തിരി റിസർച്ചസ് നടക്കുന്നുണ്ട്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ലെക്ചേഴ്സ് ടീച്ചിങ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സസ് എങ്ങനെ ഇന്നോവേറ്റീവ് ആക്കാം നോക്കാം. ഓക്കെ, സോ എൻ്റെ പേര് ക്രിസ്റ്റഫർ. ദ വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് യുവർ ചോയ്സ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, യൂട്യൂബ് ചാനൽ റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. സോ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻസും അവൈലബിൾ ആവും. ഓക്കെ, സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞതുപോലെ എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ക്ലാസ്സസ് ഇന്നോവേറ്റീവ് ആക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ ഈ കാണുന്ന ലൈറ്റ് ബോർഡ്. ഓക്കെ, സോ ലൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ട്രഡീഷണൽ വേ ഓഫ് ടീച്ചിങ്ങിൽ എങ്ങനെയായിരുന്നു, ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ഗ്രീൻ ബോർഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബോർഡിൽ എഴുതും. ദെൻ നമ്മൾ തിരിഞ്ഞ് നിന്ന് സ്റ്റുഡൻസിനെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ സെക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ലെക്ചേഴ്സ് പ്രസൻറ്റ് ചെയ്യാണ്. ലൈറ്റ് ബോർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി സിമ്പിൾ ആൻഡ് കോമ്പാക്റ്റ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലെക്ചേഴ്സ് വളരെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. അതിൽ ഏറ്റവും മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ് തന്നെ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആ ക്ലാസ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, റെഡിയാണോ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ലൈറ്റ് ബോർഡ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ഫസ്റ്റ് തിങ് ലൈറ്റ് ബോർഡ്. ഓക്കെ, സോ ഈ ലൈറ്റ് ബോർഡ് ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽസ്, അതിൻ്റെ ഫ്രെയിം വർക്ക്സ്, അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ലൈറ്റ് ബോർഡ് എന്ന് എഴുതുമ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് മിറർ എഫക്റ്റിൽ കാണാം എന്നുള്ളതിനെ പറ്റിയും നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ടിൽ ദ എൻഡ് വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, ഈ ലൈറ്റ് ബോർഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആക്രിലിക് ഗ്ലാസ് ആണ്. ഓക്കെ, സോ ആക്രിലിക് ഗ്ലാസ്. ഓക്കെ, സോ ഈ ഗ്ലാസ് നമ്മൾ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു ബോർഡ് അറേഞ്ച്മെൻ്റ് ആണ്. നമ്മൾ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഏറ്റവും ബിഗ് സൈസിലുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മെയിനായിട്ട് നമ്മളുടെ അക്കോർഡിംഗ് ടു യുവർ നീഡ് അതനുസരിച്ച് നമുക്ക് ആ ഗ്ലാസ് കട്ട് ചെയ്ത് അതിലൊരു ബോർഡ് ഇത് ചെയ്യാം. ദെൻ ദ നെക്സ്റ്റ് തിങ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മിറർ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിന് ചുറ്റിനുമായിട്ട് നമ്മൾ LED സ്ട്രിപ്സ് അറേഞ്ച് ചെയ്യുക. ഓക്കെ, LED സ്ട്രിപ്സ് അറേഞ്ച് ചെയ്യുക. LED സ്ട്രിപ്സ് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിൽ അത് കണക്ട് ചെയ്യാം. ഒന്ന്, നമുക്ക് ആ ബോർഡ് ഗ്ലാസ്സസ് നമ്മൾ അതിൻ്റെ എൻഡ് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രൂ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. സ്ക്രൂ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളത് ഹീറ്റ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്യുക. ബിക്കോസ് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ക്രാക്ക് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ അത് വളരെ ഇതായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഗ്ലാസ്സിൽ ലൈക്ക് സ്ക്രാച്ചസ് വീഴാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ അക്രിലിക് ഗ്ലാസ്സിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കുക. ദെൻ നമ്മളുടെ ആ ഗ്ലാസ്സിന് ചുറ്റും LED സ്ട്രിപ്സ് കൊടുക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇനീഷ്യൽ പാർട്ടിൽ ശ്രദ്ധിക്കുക. ദെൻ ഇവിടെ കാണാൻ പറ്റും എൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമ്മളൊരു ബ്ലാക്ക് കർട്ടൺ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ബെറ്റർ ഓപ്ഷൻ, ഇപ്പോൾ നമുക്ക് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക് റൂമിൽ ബ്ലാക്ക് കർട്ടൺ ബിഹൈൻഡിലും കവർ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ നമ്മളൊരു വുഡൻ അല്ലെങ്കിൽ ഒരു അയൺ ഫ്രെയിമിൽ നമ്മളിങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഗ്ലാസ് വെച്ചു, LED ലൈറ്റ്സ് ഉപയോഗിച്ചു, ദെൻ ബാക്കിൽ കർട്ടൺ ഇട്ടു. ഇതിന് എല്ലാം മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പെൻ. ഓക്കെ, സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലൂറസെൻറ്റ് വിൻഡോ മാർക്കറാണ്. ഇപ്പോൾ എറണാകുളം ഏരിയയിൽ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിൻ്റെ അടുത്തൊക്കെ അവൈലബിൾ ആണ്. സോ ബുക്ക് സ്റ്റോൾസിലൊക്കെ ഇത് ലഭ്യമാണ്. ഓക്കെ, സോ ഫ്ലൂറസെൻറ്റ് പെൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഡിഫറെൻറ്റ് കളേഴ്സും കിട്ടും. ആ കളേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ബോർഡിൽ എഴുതാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്കൊരു ക്യാമറ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്കൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക്
ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലൈറ്റ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു സ്ക്രീൻ നമ്മൾ അറേഞ്ച് ചെയ്തു. ഓക്കെ, വിത്ത് LED സ്ട്രിപ്സ് ഇതിന് ചുറ്റിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ നമ്മളുടെ ക്യാമറ പ്ലേസ് ചെയ്തു. ഓക്കെ, സോ ക്യാമറ ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ട്രൈപോഡ് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിലേക്ക് ലൈറ്റ് വരാനായിട്ട് നമ്മൾ ഒരു ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറയുടെ സൈഡിലൂടെ തന്നെ ഈ മിററിലേക്ക് ലൈറ്റ് എത്തുന്നതിനായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാൻഡിങ് ആണ് നമ്മളല്ലേ, ഇവിടെ നിൽക്കുന്ന നമ്മളുടെ അധ്യാപകരോ ആരാണെങ്കിലും അവർക്ക് ലൈറ്റ്സ് കിട്ടാനായിട്ട്, അവരുടെ ആ ഒരു ഫേസിലേക്ക് ലൈറ്റ് കിട്ടാനായിട്ട് നമ്മൾ താഴെ നിന്നോ അല്ലെങ്കിൽ നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ലൈറ്റ് നമുക്ക് നമ്മളുടെ ഫേസിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് പ്രീമിയർ പ്രോയിൽ ഉള്ള ഒരു എഫക്റ്റാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എഡിറ്റിംഗ് ആപ്പാണോ അതിൽ ഫ്ലിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മിറർ ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. മറ്റൊന്ന്, ഇപ്പോൾ പ്രീമിയർ പ്രോയിലാണെങ്കിൽ എഫക്ട്സിൽ ട്രാൻസ്ഫോം എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് നമ്മളുടെ ഇമേജിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, ഡ്രാഗ് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ എഫക്ട്സ് കൺട്രോളിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും സ്കെയിലിംഗ് ഓപ്ഷൻ ഉണ്ടാവും. ആ സ്കെയിലിംഗ് ഓപ്ഷനിൽ ആ യൂണിഫോം എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ അൺടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് തൊട്ട് താഴെ തന്നെ സ്കെയിലിംഗ് വിഡ്ത്ത് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ഒരു -100 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഇമേജ് റൊട്ടേറ്റ് ആവും ഇതുപോലെ. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ അക്രിലിക് ഗ്ലാസ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമ്മൾ വാങ്ങിക്കുക. നമ്മൾ എത്രത്തോളം സൈസിലാണോ നമ്മുടെ ബോർഡ് ആഗ്രഹിക്കുന്നത് ആ ഒരു സൈസിൽ നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, പിന്നെ മറ്റൊന്ന് നമ്മളുടെ ഈ വുഡൻ ഫ്രെയിം അല്ലെങ്കിൽ അയൺ ഫ്രെയിം നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു റേറ്റാണ്. എനിക്ക് ഇതിന് വന്നിരിക്കുന്നത് ഏകദേശം 1500 റുപ്പീസാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സൈസ് അനുസരിച്ച് നമുക്കത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു കോസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ മറ്റൊന്ന് ഈ ഒരു ഫ്ലൂറസെൻറ്റ് പെന്നിനാണെങ്കിൽ 50 റുപ്പീസ് ഈച്ചാണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഇൻ ദിസ് നമ്പർ 9061978794. ആക്ച്വലി ഈ ഒരു ലൈറ്റ് ബോർഡ് ഒരുപാട് പേര് വളരെ എന്താ പറയുക ഒത്തിരി റേറ്റ് ഒക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ബിക്കോസ് ഒത്തിരി പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. അവരുടെ ക്ലാസ്സസ് ഇന്നോവേറ്റീവ് ആക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവം കൂടിയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.